പലരും സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് ഇൻ ദ വേ, ഓൺ ദ വേ എന്നൊക്കെയുള്ള ഫ്രേസസ്. പക്ഷേ ഈ രണ്ട് ഫ്രേസസും ഉപയോഗിക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷനുണ്ട്. ഇൻ ദ വേ വേണോ, അതല്ല ഓൺ ദ വേ തന്നെ മതിയോ എന്നൊക്കെ. അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ നമുക്ക് ഇന്ന് മാറ്റാം. ഇൻ ദ വേ, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ആ ടി വിയുടെ സ്ക്രീനിൽ മുൻപിൽ തന്നെ വേറെ ആരെങ്കിലും വന്നു നിന്നു എന്നും കരുതുക. നിങ്ങൾക്ക് ടി വി സ്ക്രീൻ ഒട്ടും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തു പറയും? ഐ കാൺ സീ ദ ടി വി സ്ക്രീൻ, യു ആർ ഇൻ ദ വേ. എനിക്ക് ടി വി സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല, യു ആർ ഇൻ ദ വേ. അപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ ദ വേ ഉപയോഗിക്കാം. ഹീ കാൺട്ട് വാക്ക് ബിക്കോസ് ദ വാൾ ഈസ് ഇൻ ദ വേ. അവന് നടക്കാൻ പറ്റുന്നില്ല, കാരണം എന്താ? ദ വാൾ ഈസ് ഇൻ ദ വേ. ഒരു നടക്കുന്ന വഴിയിൽ ഒരു വാൾ, അപ്പോൾ നടക്കാൻ പറ്റുന്നില്ല. ഹീ കാൺട്ട് ഓപ്പൺ ദ ഡോർ ബിക്കോസ് ദ ബോക്സ് ഈസ് ഇൻ ദ വേ. അവന് ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, കാരണം എന്താ? ബിക്കോസ് ദ ബോക്സ് ഈസ് ഇൻ ദ വേ. ഒരു ബോക്സ്, ഡോറിന് മുന്നിൽ ഒരു ബോക്സ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡോറ് തുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഇൻ ദ വേ ആണ്. ഇനി നമുക്ക് ഓൺ ദ വേ നോക്കാം. അതെവിടെ ഉപയോഗിക്കും? നമ്മളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. വഴിയിൽ വെച്ച് നമ്മുടെ ഫ്രണ്ടിനെ കാണുന്നു. ഐ സോ ഹിം ഓൺ ദ വേ എന്നാണ് പറയേണ്ടത്. ഐ കെയിം അക്രോസ് മൈ ഫ്രണ്ട് ഓൺ ദ വേ. ഞാൻ വഴിയിൽ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. വഴിയിൽ വെച്ച്, അതായത് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഫ്രണ്ടിനെ കണ്ടു. കെയിം അക്രോസ് എന്ന് പറയുന്നത് അവിചാരിതമായി കണ്ടുമുട്ടി എന്നാണ് അർത്ഥം. ഫുഡ് കഴിക്കാനായി ഫുഡ് ഓർഡർ ചെയ്തു. വീട്ടിലേക്ക് ഭക്ഷണം എത്തിയിട്ടില്ല, അതിൻ്റെ പാഴ്സൽ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ, അത് വഴിയിലാണ്. അപ്പോൾ നമ്മൾ എന്തു പറയും? ഫുഡ് ഈസ് ഓൺ ദ വേ. അതുപോലെ തന്നെ ഹീ ഈസ് ഓൺ ദ വേ ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ അവൻ ഓഫീസിലേക്കുള്ള വഴിയിലാണ്, അതായത് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ആ വഴിയിലാണ്, ഓഫീസിൽ എത്തിയിട്ടില്ല എന്നർത്ഥം. ദർ ഇസ് എ പോസ്റ്റ് ഓഫീസ് ഓൺ ദ വേ ടു സ്കൂൾ എന്ന് പറഞ്ഞാലോ, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് എന്നർത്ഥം. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, സ്കൂളിലേക്ക് പോകുന്നു, ആ പോകുന്ന വഴിയിൽ ഒരു പോസ്റ്റ് ഓഫീസ് കൂടി കടന്നിട്ട് വേണം പോകാൻ എന്നർത്ഥം. ഹീ സ്റ്റോപ്ഡ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഓൺ ദ വേ ഹോം. അവൻ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ചെയ്തു. ഓൺ ദ വേ ഹോം, അതായത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ വഴിയിലൊരു പോസ്റ്റ് ഓഫീസ് ഉള്ളതല്ലേ, അപ്പോൾ അവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നർത്ഥം. ഹീ സ്റ്റോപ്ഡ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഓൺ ദ വേ ഹോം. ഐ ആം ഓൺ മൈ വേ ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദർ, അവിടേക്ക്, ഞാൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ് എന്നർത്ഥം. ഓൺ ദ വേ ഹോം, ഓൺ ദ വേ ദർ. ശ്രദ്ധിക്കുക, ഹോം അതുപോലെ ദർ, അതിന് മുന്നിൽ ഒരു പ്രപ്പോസിഷൻ ഇല്ല, അവിടെ ഒരു പ്രപ്പോസിഷൻ്റെ ആവശ്യം ഇല്ല. ഓൺ ദ വേ ടു ഓഫീസ്, ഓൺ ദ വേ ടു സ്കൂൾ എന്ന് പറയാം, പക്ഷേ ഓൺ ദ വേ ഹോം, ഓൺ ദ വേ ദർ എന്നാണ് പറയേണ്ടത്. ഇനി രണ്ട് എക്സാമ്പിൾസ് കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. ഐ വാണ്ട് ടു ബിക്കം ആൻ ആക്ടർ. ദർ ആർ സം ഒബ്സ്റ്റക്കിൾസ് ഇൻ ദ വേ. ഇവിടെ എനിക്ക് ഒരു ആക്ടർ ആകാൻ ആഗ്രഹമുണ്ട്, അതാണ് എൻ്റെ ഗോൾ. പക്ഷേ ദർ ആർ സം ഒബ്സ്റ്റക്കിൾസ് ഇൻ ദ വേ, അതായത് ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള, ഒരു ആക്ടർ ആവുക എന്നുള്ള ഒരു ഗോൾ, ആ ലക്ഷ്യം നിറവേറ്റാൻ ഉള്ള ഒരു വഴിയിൽ ചില തടസ്സങ്ങൾ ഉണ്ട്. അവിടെ നമുക്ക് ഇൻ ദ വേ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ആ ഒരു വഴിയിൽ ചില തടസ്സങ്ങൾ ഉണ്ട്, അപ്പോൾ ഇൻ ദ വേ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. വേറൊരു സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ഹീ ഈസ് ഓൺ ദ വേ ടു ബിക്കം ആൻ ആക്ടർ. ഹീ ഈസ് ഓൺ ദ വേ ടു ബിക്കം ആൻ ആക്ടർ. അവിടെ ഓൺ ദ വേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം ടു ബിക്കം ആൻ ആക്ടർ എന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു വഴിയിലാണ് ഞാനിപ്പോൾ. ഇവിടെ ഇൻ ദ പ്രോസസ് ഓഫ് കംപ്ലീറ്റിംഗ് എന്ന ഒരു മീനിങ് ആണ്. ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു വഴിയിലാണ് എന്നർത്ഥം. അവിടെ ഓൺ ദ വേ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇൻ ദ പ്രോസസ് ഓഫ് കംപ്ലീറ്റിംഗ് എന്ന ഒരു മീനിങ് കൂടി ഓൺ ദ വേ എന്ന ഫ്രേസിനുണ്ട്. അപ്പോൾ ഹീ ഈസ് ഓൺ ദ വേ ടു ബിക്കം ആൻ ആക്ടർ. ദർ ആർ സം ഒബ്സ്റ്റക്കിൾസ് ഇൻ ദ വേ.
ഇനി ഇത്തരം സെൻറ്റൻസസ് ഉപയോഗിക്കുമ്പോൾ ഇൻ ദ വേ ആണോ വേണ്ടത്, ഓൺ ദ വേ ആണോ വേണ്ടത് എന്ന ഒരു കൺഫ്യൂഷൻ വേണ്ട.